ജ്യോതിഷവിധിയിലെ നാലാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. എരുമയൂരിൽ നിന്നും രമണിയാണ് നമുക്ക് ഈ വാരം എഴുത്തെഴുതിയിരിക്കുന്നത്. നമസ്കാരം. എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം അറിയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. 2012 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. രോഹിണി നക്ഷത്രമാണ്. ജനിച്ചതിന് ശേഷം കുട്ടിക്ക് ഇതുവരെയും അസുഖങ്ങൾ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. രോഗാവസ്ഥകൾക്ക് കുറവ് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത്. സമയപ്രകാരം ഉള്ളതായിരിക്കുന്ന ദോഷമാണോ അതോ ജാതകത്തിൽ തന്നെ എന്തെങ്കിലും ദോഷങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് രമണിക്ക് പ്രത്യേകമായിട്ടും അറിയാനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2012 ഏപ്രിൽ മാസം 24-ാം തീയതി, അതായത് 1187 മേടമാസം 11-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിലാണ് കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. നക്ഷത്രപ്രകാരം രോഹിണി നക്ഷത്രപ്രകാരം വലിയ രീതിയിൽ ദോഷങ്ങൾക്കുള്ളതായിരിക്കുന്ന സമയമൊന്നും പ്രധാനമായിട്ടും പറയുന്നില്ലെങ്കിലും ബാലാരിഷ്ടതയുടെ ഒരു സമയദോഷം പ്രധാനമായിട്ടും പറയുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദശാനാഥൻ ചന്ദ്രന്റെ ദശാകാലമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രന് ജാതകപ്രകാരം പക്ഷബലം കുറവായിരിക്കുന്ന സമയത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആരോഗ്യപരമായിരിക്കുന്ന വിഷയത്തിൽ കുറച്ചൊരു പ്രയാസങ്ങൾ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചാരവശാൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സമയം കൂടിയിട്ടായിട്ടാണ് കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപരമായിരിക്കുന്ന രീതിയിൽ കുറച്ചൊരു പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അനുഭവിക്കാനുള്ളതായിരിക്കുന്ന സാധ്യത പറയുന്നുണ്ട്. ബാലാരിഷ്ടതയുടെ സമയദോഷം കൂടിയിട്ട് ജാതകവശാൽ സൂചിപ്പിക്കുന്നുണ്ട്. ശിവക്ഷേത്രത്തിലായ ഗണപതിക്ക് കറുകമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രത്തിന് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനൊരു 3.5 വർഷത്തോളം 3.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തോളം ഈ കറുകമാല വഴിപാട് പ്രധാനമായിട്ടും ശിവക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജാതകപ്രകാരം വലിയ രീതിയിൽ ദോഷങ്ങളൊന്നും തന്നെ പ്രധാനമായിട്ടും കാണുന്നില്ല. നല്ല ഭാഗ്യ അനുകൂലമുള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇടവം രാശിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാന്തഹ ഖേലഗതിഹി പ്രദൂരുവദനഹ പൃഷ്ടാസ്യ പാർശ്വേങ്കിതഹ എന്നുള്ളതായിരിക്കുന്ന വിധി പ്രകാരം ജാതകപ്രകാരം നല്ല ഭംഗി ഉണ്ടാകണം മുതലായുള്ളതായിരിക്കുന്ന ഗുണഫലങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് കുറച്ചൊരു പ്രയാസം പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം 12 വയസ്സിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടമായിട്ടാണ്, രാഹുദശയുടെ സമയ കാലഘട്ടമാണ് കുറെ കൂടി അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമായിട്ട് ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. 20 വയസ്സിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്രദമായിരിക്കുന്ന ഒരു ജീവിതം ജാതകന് വന്നു ചേരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടതാ സമയമായതിനാൽ ഈ സമയം വരെ മുൻപ് പറഞ്ഞിരിക്കുന്നതായ ഈ കറുകമാല എന്നുള്ളതായിരിക്കുന്ന വഴിപാട് ചെയ്തു വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു രീതിയിലുള്ളതായിരിക്കുന്ന ആയുർദോഷമോ അങ്ങനെയുള്ളതായിരിക്കുന്ന ദോഷങ്ങളൊന്നും തന്നെ ജാതകത്തിൽ പറയുന്നില്ല. എങ്കിലും ദശാനാഥനായിരിക്കുന്ന ചന്ദ്രന് ബലക്കുറവ് കാണുന്നതിനാൽ ഭഗവതി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിൽ, അതായത് സാത്വിക രീതിയിലുള്ളതായിരിക്കുന്ന ദേവീക്ഷേത്രം, മഹാലക്ഷ്മി, സരസ്വതി മുതലായിട്ടുള്ളതായിരിക്കുന്ന ദേവീക്ഷേത്രത്തിൽ യഥാവിധി അർച്ചന മുതലായുള്ള വഴിപാടുകളും വിളക്ക് മാല മുതലായുള്ള വഴിപാടുകളും ജാതകന്റെ പേർക്ക് നടത്തിവരുന്നതും ഗുണം ചെയ്യും. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയമനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447 320192.